ഇന്നത്തെ താരം പപ്പായ കേട്ടോ. ഇത് ഞാൻ നട്ട് വളർത്തിയ പപ്പായയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പായ കൊണ്ട് അടിപൊളി ഒരു KFC ചിക്കൻ പോലും തോറ്റു പോകുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പപ്പായൊക്കെ കിട്ടിയാൽ ആരും കളയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിത് വെച്ച് ഇത്തിരി അധികം വിളഞ്ഞതുമല്ല, എന്നാൽ ഒന്ന് കരിമുരായിരിക്കുന്ന സൈസ് വിളഞ്ഞതാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് കോൺഫ്ലവർ ഉണ്ടല്ലോ, തണ്ടേ ഇത് വേണം. ഇതാണ് അത്യാവശ്യം. ഇത് വാങ്ങിക്കണം കേട്ടോ. ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കേട്ടോ, വില കുറവാണേ. ഇത് 1 കിലോയ്ക്കങ്ങാണ്ട് 60 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ എന്ത് വിലയെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുനിന്ന് വാങ്ങിച്ചത് 60 രൂപയ്ക്കാണ് 1 കിലോ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കണം. അല്ലാതെ ഓട്സ് ഒന്നും വെച്ചുണ്ടാക്കരുത്, ഇത് തന്നെ വേണം കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ചോളത്തിൻ്റെതാണ് കേട്ടോ. പിന്നെ വേണ്ടുന്നത് ഇത് ഞാൻ നമ്മളെ കോൺഫ്ലവറിൻ്റെ പൗഡറിനകത്ത് മുളക് പൊടിയും ഉപ്പും ഇട്ട് മാറ്റി വെച്ചേക്കുക കേട്ടോ. ആ പൊടിയായത്. പിന്നെ ഇത് വേറെ 2 സാധനം വെച്ചാൽ നമ്മൾ മാഗിയിലൊക്കെ കിടക്കുമല്ലോ, അത് 2 എണ്ണം ഇത് കേട്ടോ. മാഗി ഉണ്ടാക്കുമ്പോൾ അതിൽ കിടക്കുന്ന മസാല ഉണ്ടല്ലോ, ആ 2 മസാലയാണിത്. അപ്പോൾ അത് വെച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. തരിതരിപ്പായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പൊടിച്ചുകൊണ്ട് വരാം. ഇതേ കണ്ട തരിതരിപ്പായിട്ട് ഞാൻ പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആക്കാം. അപ്പോൾ അതിൻ്റെ ജോലി തീർന്നു. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട പപ്പായ ഞാൻ തണ്ട ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞ്, ഈ കപ്പയ്ക്ക എന്നൊക്കെ പറയത്തില്ലേ സാധനം, അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ തണ്ട ഇത്രയും ഇത് എനിക്ക് അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞ് ഒന്ന് വേവിച്ചിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വേവിച്ചിട്ടുണ്ട്. ആ വേവിച്ച് ഊറ്റി വെച്ചേക്കുന്നത് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം കുറേ ഉണ്ടല്ലോ, ഇതിപ്പം തന്നെ ഇത്രയും ഇല്ലേ. ഇപ്പോൾ കണ്ടോ, ആവശ്യമുള്ളവർക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്ര ഞാൻ ഒന്ന് തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചേക്കാം കേട്ടോ. ഒന്ന് തിളപ്പിച്ച് മാറ്റി ഊറ്റിയേക്കണം, അല്ലെങ്കിൽ പപ്പായ പെട്ടെന്ന് ചൂടിൽ തന്നെ ഇരുന്ന് വെന്ത് പോകും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പൊടികൾ, ഈ കോൺഫ്ലവറും നമ്മളെ കാശ്മീരി മുളക് പൊടിയും കൂടെ പൊടിച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുക. കാശ്മീരി മുളകും അതും കൂടെ, അതൊരു 2 സ്പൂൺ. നമുക്ക് അനുസരിച്ച് ഇടാം, എത്ര ഉണ്ടെങ്കിലും. ഇത് ഇപ്പോൾ കൂടുതലാണ്, കുറച്ച് മതിയല്ലോ. ഇപ്പം ഞാൻ 2 സ്പൂണിൽ നിന്ന് ഒരു അര സ്പൂൺ അങ്ങ് മാറ്റി. ഇത് നമ്മളെ മാഗിക്കകത്ത് കിടക്കുന്ന മസാല കേട്ടോ, മാഗി മസാല. അത് 2 സൈസിനകത്ത് ഇപ്പിക്കകത്ത് കിട്ടി. മറ്റേ സാധാരണ നൂഡിൽസിൽ കിടപ്പുണ്ടായിരുന്നു, ആ 2 സൈസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവനൊക്കെ ഇടാം. അപ്പോൾ ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിനകത്ത് ഉപ്പും കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് പൊടിച്ചതായതുകൊണ്ട് ഞാനകത്ത് ഉപ്പൊന്നും കൂടെ ഒന്ന് നോക്കാം. ഉപ്പുണ്ട്, അത് കണക്കിന് ഈ മാഗിക്കകത്ത് ഉപ്പുള്ളതാണ്. അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ഇത് ചെയ്യാൻ കേട്ടോ. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അത് വെള്ളം ഒഴിച്ചൊഴിച്ച് നോക്കി വേണം ഇത് കുഴയ്ക്കാൻ കേട്ടോ. നല്ല കട്ടിക്കിരിക്കണം കേട്ടോ. ഇതിനകത്ത് മുട്ടയോ മറ്റ് സാധനങ്ങളോ ഒന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് നമ്മൾ വെള്ളം കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് കുറവാന്ന് നോക്കിയിട്ട് ഇച്ചിരി ശകലവും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ, നോക്കിയിട്ട് ഇടണം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ. പപ്പായ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു KFC ചിക്കൻ പോലും തോറ്റു പോകുന്ന സൈസ് ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ പപ്പായൊക്കെ കട്ട് ചെയ്ത് കുട്ടികളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പരുവത്തിനാണ് ഞാൻ ഇത് കുഴച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റുണ്ട്, എരിയും ഉണ്ട്. ആ മസാലയുടെ എരി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും സാധനമേ ഉള്ളൂ.
കണ്ടോ, ഇത്രയും സാധനമാണ് ഇത് വേണ്ടത്. കോൺഫ്ലവർ മേടിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചാൽ മാത്രം മതി. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനും ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ച് എണ്ണ മതി. കണ്ടില്ലേ, ഇനി ആ എണ്ണ തിളയ്ക്കട്ടെ. അപ്പോഴേ കണ്ടോ എൻ്റെ മീൻകറി ഇവിടെ നിന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വെന്ത് കഴിഞ്ഞു. ചെറിയൊരു കറി. ഞാൻ ഇത് ഇറച്ചി പോലെ വയ്ക്കുന്നു, തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇറച്ചി പോലെ. ഇതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നമ്മൾ മീൻകറി ഇറച്ചി കണക്കിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് വേവുന്നുണ്ട്. ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കാര്യങ്ങളുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടല്ലേ, ആ കറി ആയിട്ടുണ്ട്. കറി കാണാമല്ലോ, നല്ല മീൻ കറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നമ്മളെ പായ ഓരോ പീസ് എടുക്കുക. ഇതിനകത്തോട്ട് ഇങ്ങനെ മുക്കുക. നല്ല പൊതഞ്ഞു തന്നെ മുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കോൺഫ്ലവറിൻ്റെ ആ മിക്സിനകത്ത് ഇത് മുക്കുക നല്ലോണം. ഇങ്ങനെ വയ്ക്കുക. ഓരോന്നും അങ്ങനെ ആക്കി നമുക്ക് എല്ലാം വയ്ക്കാം. കണ്ടില്ലേ, ഇത് കണക്ക് മുക്കുക. കണ്ടില്ലേ, ഒരു ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ കപ്പയ്ക്കൊക്കെ കിട്ടിയാൽ വെറുതെ കളയരുത്. ഇതേപോലെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കണം കേട്ടോ. എന്താ ഇത് നല്ലതാണ്, കോൺഫ്ലവർ നല്ലതാണ്. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഇത് കുടിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇതേ കണക്ക് മുക്കിയെടുത്ത് വയ്ക്കാം. കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് മുക്കിയെടുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെ മുക്കിയെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാം കോട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പപ്പായാണെന്ന് പറയുമോ മുക്കി വെച്ചപ്പോൾ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ പൊരിച്ച് കിട്ടുമെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ എണ്ണയൊക്കെ നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് വെച്ചിടാം. അപ്പോൾ നമ്മളെ കപ്പയ്ക്ക KFC ഇവിടെ റെഡി ആയിരിക്കുന്നു. കണ്ടില്ലേ, അടിപൊളിയാണ് കഴിക്കാൻ. ഞെട്ടിപ്പോകും കേട്ടോ. ഒരു വേവട്ടെ കാണിച്ചില്ല. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ പപ്പായ KFC കണ്ടില്ലേ. അപ്പോൾ ഇനി ആരും പപ്പായ എടുത്ത് ദൂരെ എറിയല്ലേ. പിഞ്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിളഞ്ഞായാലും കുഴപ്പമില്ല. പക്ഷെ പഴുത്ത് മാത്രം ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് ഇത് കഴിക്കാൻ കേട്ടോ. ചിക്കൻ പോലും തോറ്റു പോകും. നല്ല പൊരിച്ചെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷം ഇത് എടുത്ത് കഴിക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ചിക്കൻ പോലും തോറ്റു പോകുന്ന കപ്പയ്ക്ക കൊണ്ടുള്ള KFC. നമുക്ക് ഇനി 2 കഷ്ണം കൂടെ 3 എണ്ണം കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പപ്പായ KFC ഇവിടെ ശരിയായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല കരിമുരുകര സൗണ്ട് കേൾക്കുന്ന കേട്ടോ. ഇതിൽ ചില്ലി സോസോ തക്കാളി സോസോ ഒക്കെ ആയിട്ട് കഴിച്ചാൽ മാത്രം മതി. ചൂടാണ് കേട്ടോ, കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളിയാണ് ഇത് കഴിക്കാൻ കേട്ടോ. ഇങ്ങനെ കഴിച്ചാൽ മാത്രമേ കഴിച്ചാൽ മാത്രം മതി. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല കരിമുരയായിരിക്കും, സൗണ്ട് കേൾക്കാം. എന്താ കണ്ടോ, പപ്പായാണെന്നൊന്നും ആരും പറയത്തൊന്നുമില്ല. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.